ഡ്യൂ കോഴ്സിൽ വരുന്നതല്ലേ എടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിൻഡ ലൂക്കോസ് ഒരു താരതമ്യേന നമ്മള് ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന അടിച്ചു പൊളിച്ച് ഒന്നും നോക്കാതെ ആഘോഷിച്ച് ചെയ്ത പാടമാണ്. ഷൈനുണ്ട്, ബാസിയുണ്ട്, വിഷ്ണുണ്ട്, സോജായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത പാടമാണ്. ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് വന്നു ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകനും പിന്നെ ഇനി നാളെ കാണാൻ പോകുന്ന നിങ്ങളെല്ലാവരും ആണത് തീരുമാനിക്കേണ്ടത്. But yeah, I hope to do more of these kind of roles that are relatable. അതെ, ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ഈ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രയാഗെ ഈ ഗ്രാമീണ തലത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള ചെയ്യാനാണ് എന്ന് കമന്റിലൊക്കെ വരാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ തരത്തിലും ഒരു അവയർനെസ് വേണമല്ലോ ആക്ടർ ആകുമ്പോൾ. പേഴ്സണൽ ലൈഫ് വേറെ, എങ്ങനെ നടക്കുന്നു, എന്താണ് ചെയ്യണമെന്നുള്ളതൊന്നും ആദ്യം ലുക്ക് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസ് എന്താണ് എൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പൊട്ടൻഷ്യൽ ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതോ ആൾക്കാർക്ക് ചിലപ്പം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഞാനും അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു പോയിന്റിൽ എത്തി ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിന് ഇനിയും ടൈമുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് കാണുന്നില്ല. ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന കാലത്തോളം സിനിമകൾ ചെയ്യാം, നല്ല കഥാപാത്രങ്ങൾ. എനിക്ക് ഒരു ധൃതിയില്ല. എന്നെ സമയമെടുത്ത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനും ബെറ്റർ ആവട്ടെ. ഞാനും ലൈഫിൽ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി. നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാനും കുറച്ച് അറിവ് നേടട്ടെ. അപ്പൊ ഞാനും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ബെറ്റർ ആവും. നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും, അല്ലെ, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എനിക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. തമിഴിലെ ചിത്രം പല രീതിയിൽ ഒരു വൈറൽ ചിത്രമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രം, അതേപോലത്തെ കഥാപാത്രം മലയാളത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ അതേപോലെ റെലവെന്റ് ആയിട്ടുള്ള തമിഴില് പിസാസ് ഞാൻ ചെയ്തിരുന്നു. മിഷ്കിൻ സാറിന്റെ പിസാസ് എനിക്ക് ഒത്തിരി ഇപ്പോഴും ആൾക്കാർ അത് നോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്നാൽ എനിക്ക് ഒരു ഡയലോഗേ ഉള്ള സിനിമയിൽ അപ്പാന്ന് വിളിക്കുന്നു ഒറ്റൊരു ഡയലോഗ്. അപ്പോൾ അങ്ങനെ പറയുന്ന നവരസ ഒരുപാട് ഡയലോഗുണ്ട്, പാട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗൗതം സാറിന്റെ സ്ക്രിപ്റ്റും ഡിറക്ഷനും സൂര്യ സാർ